നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അതിദാരുണമായ വാർത്തയാണ് യുഎഇയിൽ നിന്ന് പുറത്തു വരുന്നത്. യുഎഇയിൽ കാറിന് തീപിടിച്ച മലയാളി യുവാവ് വെന്തു മരിച്ചു. എറണാകുളം മഞ്ഞപ്പറ സ്വദേശി ജിമ്മി ജോർജാണ് മരിച്ചത്. 41 വയസ്സായിരുന്നു. ഇന്നലെ വൈകുന്നേരമായിരുന്നു സംഭവം. ജിമ്മി സഞ്ചരിച്ച കാർ റോഡരികിൽ തീപിടിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തി പരിശോധന നടത്തിയപ്പോഴാണ് വാഹനത്തിനുള്ളിൽ നിന്ന് ജിമ്മിയുടെ മൃതദേഹം കണ്ടെത്തിയത്. അജ്മാൻ എമിറേറ്റ്സ് സിറ്റിയിൽ താമസിക്കുന്ന ഇദ്ദേഹം ദുബായിലെ ഇന്റീരിയർ ഡെക്കറേഷൻ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. ഇദ്ദേഹം എങ്ങോട്ടേക്കാണ് പോയതെന്നോ കാറിന് തീപിടിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ചോ ഇതേവരെ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. എങ്ങനെയാണ് അപകടം സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. അജ്മാനിലെ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മഞ്ഞപ്ര മേലെ പീടികയിൽ ചാണ്ടി ജോർജിന്റെയും ലീലാമ്മ ജോർജിന്റെയും മകനാണ് ജിമ്മി. ദീപ്തി തോമസ് ആണ് ഭാര്യ. ഒരു മകനുണ്ട്. അതേസമയം ഷാർജയിൽ വീടിന് തീപിടിച്ച് സ്വദേശിയും 12-കാരിയായ മകളും മരിച്ചു. ചൊവ്വാഴ്ച രാവിലെയായിരുന്നു അപകടം. അൽ സുയൂ 16 പരിസരത്തുള്ള വീട്ടിലുണ്ടായ തീപിടുത്തത്തിൽ പിതാവ് ശ്വാസം മുട്ടിയും മകൾ ഗുരുതരമായി പൊള്ളലേറ്റുമാണ് മരിച്ചതെന്ന് അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ചൊവ്വാഴ്ച പുലർച്ചെ 4:27 തീപിടുത്തം റിപ്പോർട്ട് ചെയ്തതെന്ന് ഷാർജ സിവിൽ ഡിഫൻസ് അതോറിറ്റി അറിയിച്ചു. ഉടൻ തന്നെ എമർജൻസി റെസ്പോൺസ് സംഘത്തെ സ്ഥലത്തേക്ക് അയച്ചു. ഇതിനിടെ അഗ്നിശമന സേന തീയണച്ച് നടത്തിയ പരിശോധനയിൽ വീടിന്റെ മുറ്റത്ത് കുട്ടിയെ ഗുരുതരമായി പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മുറിക്കകത്ത് നിന്നാണ് പിതാവിനെ കണ്ടെത്തിയത്. ദേശീയ ആംബുലൻസ് ടീം കുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ബോധരഹിതനായ പിതാവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അഗ്നിസുരക്ഷാ മാർഗങ്ങൾ നിർബന്ധമായും പാലിക്കണമെന്ന് ഷാർജ സിവിൽ ഡിഫൻസ് അതോറിറ്റി താമസക്കാരോട് അഭ്യർത്ഥിച്ചു. മറ്റൊരു സംഭവത്തിൽ സൗദിയിലെ അൽ ബാഹയിൽ വെള്ളിയാഴ്ചയുണ്ടായ അപകടത്തിൽ മരിച്ച മലപ്പുറം വളാഞ്ചേരി പൂക്കാട്ടിരി സ്വദേശി മച്ചിങ്ങൽ ജാഫറിന്റെ മൃതദേഹം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് അൽ ബാഹയിലെ അൽ ഷഫ മക്ബറയിൽ ഖബറടക്കി. 48 വയസ്സായിരുന്നു. 24 വർഷമായി പ്രവാസിയായിരുന്ന ജാഫർ അൽ ബാഹയിലെ ഷാമക് ആശുപത്രിയിൽ അറ്റൻഡറായിരുന്നു. സഹപ്രവർത്തകനെ വിമാനത്താവളത്തിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരാനായി പോകുന്ന വഴിയിൽ ജാഫർ ഓടിച്ച കാർ മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിച്ചിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സൗദി പൗരനും പാകിസ്ഥാൻ സ്വദേശിയും ഹഖീഖ് ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 4 മാസം മുൻപാണ് അവധി കഴിഞ്ഞ് ജാഫർ നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയത്. 1 മാസം മുൻപാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ ഷമീറയും ഇളയ മകൾ മിർസ ഫാത്തിമയും സന്ദർശന വിസയിൽ അൽബാഹയിൽ എത്തിയത്. മറ്റ് 2 കുട്ടികൾ നാട്ടിലാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.